ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. വരുന്ന 21st ഫെബ്രുവരി എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് ഞാനും ഇതിനും കൂടെ ഇവിടെ അടുത്തുള്ള മോൾ വരെ പോയിട്ട് ആളൊരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വ്ളോഗാണിത്. അങ്ങനെ ഇദ്രകുട്ടിൻ്റെ ഉമ്മച്ചിയുടെ വാപ്പച്ചിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയാണ് അല്ലേ ഇദ്രോ? ഇക്ക എന്ന് പറയുന്ന ഒരാളൊരിക്കലും ബർത്ത്ഡേസ് സർപ്രൈസസ് ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരാളേ അല്ല. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്. സോ ഞങ്ങൾ രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് ഈ കാര്യത്തിൽ. ഇതിന് മുന്നത്തെ ബർത്ത്ഡേക്ക് ഞാൻ നാട്ടിലായ സമയത്ത് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആളിനൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ബർത്ത്ഡേക്ക് ഞാൻ വെച്ചാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കൊടുക്കാൻ, അങ്ങനെ അതിനൊരു ഹണ്ടായിട്ട് ഇറങ്ങിയിരിക്കാൻ ഞങ്ങൾ. ദിവസം മാത്രമേ എനിക്ക് ഇക്കല്ലാതെ പുറത്ത് പോകാൻ പറ്റും. ആളിൽ നിന്ന് വർക്കിംഗ് ഡേ ആണ്. സോ ഞാൻ ഇതിലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും മോളിൽ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ആളിൻ്റെ ഒരു ഗിഫ്റ്റ് പർച്ചേസിങ് കൂടെയാണ്. നമുക്കതെന്തായാലും കണ്ടുപോക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഏകദേശം മോളിൽ എത്താറായിട്ടുണ്ട്. ഈ ഒരു മോൾ എൻ്റെ വ്ളോഗിൽ കൂടെ ഒട്ടുമിക്കുള്ളവർക്കും അറിയായിരിക്കും. മൊണാർക്ക സിറ്റി സെൻറ്റർ ആണ്. ആദ്യം തന്നെ ഞാൻ അവിടെ എത്തിയിട്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിനായിട്ട് ആപ്റ്റിക്ക് വന്നിട്ടുണ്ട്, അതായത് മെഡിക്കൽ സ്റ്റോർ. ഇനി നമുക്ക് നേരെ പ്രൈമാർക്കിലോട്ട് പോകാം. നമ്മൾ പ്രൈമാർക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പോയി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എൻ്റെ മനസ്സിൽ ആളിനെന്തെങ്കിലും ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യണമെന്നായിരുന്നു. കാരണം എന്തായാലും ഓഫീസിലൊക്കെ പോകണമല്ലോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഫോർമൽ കം കാഷ്വൽ വെയറിൻ്റെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ സ്പ്രിംഗിലോട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ വെറുതെ വിന്റർ വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. അവിടെ ചുറ്റിക്കറങ്ങി നോക്കിയപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊരു ലേശം അലമ്പാണ് ഇന്നിവിടെ. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അതിൽ നിന്നും ഫൈനലൈസ് ചെയ്യണം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇതിനിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇക്കാക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി വിശേഷം നമുക്ക് ബർത്ത്ഡേ അന്ന് കാണാം. അപ്പോൾ സീ യു ഓൺ ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് 20th ഫെബ്രുവരി ആണ്. ആളുടെ ബർത്ത്ഡേ നാളെയാണ്. ഇന്ന് നമുക്ക് കുറച്ചും കൂടി പർച്ചേസിങ് ചെയ്യാനുണ്ട്. ഒരു ബർത്ത്ഡേ കേക്ക് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് സാധനങ്ങൾ കൂടെ ഇനി നമുക്ക് പോയി വാങ്ങിയിട്ട് വരാം. ഞാനെന്നാൽ മിൽക്ക് കേക്ക് വീട്ടിൽ ട്രൈ ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അന്നേ ആൾ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അത് തന്നെ മതി. അപ്പം നമുക്ക് അതിൻ്റെ സാധനങ്ങൾ ഇന്ന് വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞാൻ നേരെ വന്നിട്ടുള്ള കോഫ്ലൻഡാണ്. ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി സ്ട്രോബെറീസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പിന്നെ സീസണായി വരുന്നതേ ഉള്ളൂ. പിന്നെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേശം കത്തിയാണ്. ഇപ്പോൾ ഞാൻ ഈ വാങ്ങുന്ന 250 ഗ്രാം സ്ട്രോബെറിക്ക് തന്നെ 160 രൂപയാണ്. അതായത് 8 സ്ലോട്ടിയോളം വരും. ഇവിടെ ഒരു മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴാണ് സ്ട്രോബെറിയുടെ നല്ല സീസൺ ടൈം. ആ സമയത്ത് നമുക്ക് 10 സ്ലോട്ടി പെർ കിലോയ്ക്ക് നല്ല അടിപൊളി സ്ട്രോബെറീസ് കിട്ടാറുണ്ട്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ബാക്കി എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോകും. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട്. പുറത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു മഴ. ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ചെന്ന് ചായയൊക്കെ കുടിച്ചിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. എൻ്റെ തൊണ്ടയൊക്കെ നല്ല രീതി അടിച്ചിട്ടുണ്ട്. അങ്ങനെ വീടൊക്കെ എത്തിയ ഒരു വൈകിട്ടായപ്പോൾ ഞാൻ നമ്മുടെ കേക്കിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. നമ്മളിന്ന് ചെയ്യുന്ന ഒരു മിൽക്ക് കേക്കാണ്. ഓൾറെഡി ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൽ കയറി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോമൻറ്റ്സ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ കേക്കൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള സിറപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണം നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ. നമ്മുടെ കേക്കിന്റെ ഏകദേശം പരിപാടികളൊക്കെ ഇവിടെ തീർത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് വിപ്പിംഗ് ക്രീമിന്റെ ഒരു ലെയറും കൂടെ ആഡ് ചെയ്താൽ മതി. ഇന്ന് ഞാൻ ഡയറക്റ്റ്ലി ഒരു വിപ്പിംഗ് ക്രീമിന്റെ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു 11 മണി സമയത്തൊക്കെ നമ്മുടെ മിക്സി യൂസ് ചെയ്താൽ നെയ്ബേഴ്സും ഡിസ്റ്റർബൻസ് ആവും. പക്ഷേ എനിക്ക് എന്തോ ആ വിപ്പിംഗ് ക്രീമിന്റെ സ്പ്രേ യൂസ് ചെയ്തിട്ട് കേക്ക് റെഡിയായി വന്നപ്പോൾ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ അതിൻ്റെ ഒരു ലുക്കിൽ. എന്തായാലും നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെറിയ ഡെക്കറേഷൻ കൂടി ചെയ്യാം. എൻ്റെ ഇവിടെ ഇന്ദ്രക്കുട്ടനുണ്ട്, ആളപ്പുറത്തെ റൂമിലാണ്. സോ നമുക്കെല്ലാം കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ചെയ്യാം. വാപ്പച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാപ്പി ബർത്ത്ഡേ ബാനറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിൽ അവിടെ സെറ്റപ്പ് വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ബാനറൊക്കെ വെച്ച് റെഡിയാക്കി. ഇനി നമുക്ക് ടൈം ആകുമ്പോൾ നമ്മുടെ ബർത്ത്ഡേ പോയിന്റ് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനെ ഞാനും ഇതിൽ കുട്ടനും ഇക്കാട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ടൈം നോക്കിയപ്പോൾ ഏകദേശം 11:55 ആയിട്ടുണ്ട്. ആൾ നേരത്തെ കിടന്ന് ഉറങ്ങുന്നെന്ന് പറഞ്ഞ് പോയതായിരുന്നു. അറിയില്ല ഉറങ്ങിപ്പോയോ എന്തോ. എന്തായാലും നമുക്ക് വിളിച്ചു നോക്കാം. ഉറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പാപ്പച്ചിനെ പോയി വിളിച്ചിട്ടോ ചെല്ല്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. ഉള്ളി വണ്ണെന്നാ അതൊക്കെ ഞങ്ങൾ പോയി വാങ്ങും. ഇഷ്ടപ്പെട്ടോ? അതിട്ടിട്ടോ
എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. 2 ദിവസം മുന്നേ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ ആളിനെ കൊണ്ട് നേരെ പ്രൈമാർട്ടിൽ പോയിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഷർട്ട് എന്നെ ഇടിപ്പിച്ചായിരുന്നു. ആള് പേഴ്സണലി ഇഷ്ടപ്പെട്ടപ്പോൾ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോഴേ ആൾ ഡൗട്ട് അടിച്ചു ഞാൻ ഇത് തന്നെയായിരിക്കും ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. എങ്ങനെയാണ് ഞാൻ ഇതിലും കൂടെ ഡെക്കറേറ്റ് ചെയ്തത്? ഒരു കൊച്ചു ഡെക്കറേഷൻ ഞാൻ ഇതിലും കൂടെ ചെയ്തതാണ് അല്ലേ? എന്നാലും രണ്ടും കൊള്ളാം. ഇനി അവനെ വെച്ചിട്ടിരുന്നോ, അല്ലെങ്കിൽ അവനാ കേക്ക് ഇതോ നശിപ്പിച്ച്. ഹലോ, എക്സ്ക്യൂസ് മീ, വാപ്പച്ചിയുടെ ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ വാപ്പച്ചി. അങ്ങനെയാണ് കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? വേറെ ഏതെങ്കിലും വിശേഷമാണെങ്കിൽ നമുക്ക് അതും കൂടി ക്ലബ് ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പാപ്പച്ചിയുടെ കേക്ക് നീ ഇത് എന്തോ കോലാക്കിയടാ. അങ്ങനെ രാത്രി 12 മണിയുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ നല്ല രീതിയിൽ ലേറ്റായി. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നമ്മൾ നല്ല ലേറ്റായിട്ട് എണീച്ചത്. ഇനിയിപ്പോൾ നേരെ ലഞ്ച് കഴിച്ചാൽ മതി. ആളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ഞാനിന്ന് കുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഉച്ചയ്ക്ക് ലാവിഷായിട്ട് ബിരിയാണി ഒക്കെ കഴിച്ച് ഇക്കാരുടെ ബർത്ത്ഡേ അങ്ങ് അടിപൊളിയാക്കി. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നു. വൈകിട്ട് നല്ല വെതർ കണ്ടപ്പോഴാണ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാന്നുള്ള ഒരു സഡൻ പ്ലാൻ വന്നത്. അങ്ങനെ റെഡിയായി പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ അടുത്തുള്ള ഒരു കാരിഫോർ വരെ പോയിട്ട് വരാമെന്നുള്ള പ്ലാൻ ഇട്ടിട്ടുള്ളത്. എന്തായാലും ഇനി അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര നേരെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ പഴയതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വ്ളോഗായി വരുന്നതാരും ബൈ.